ഫ്രണ്ട്സ്, വളർച്ച ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ഒട്ടുമാവുണ്ടായിരുന്നു വീട്ടിൽ. ഇതിങ്ങനെ ഒരു 5-6 മാസമായിട്ട് ഒരു വളർച്ചയില്ലാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നൊരു ഐഡിയ ആണ്. ഈ മാവിൻ്റെ കൊമ്പുമില്ലുള്ള ഇലകൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ തണ്ട് മാത്രം, അതായത് ഇലയുടെ ഈ നിങ്ങൾ വീഡിയോ കാണുന്നില്ലേ, ആ കൊമ്പുമിലുള്ള തണ്ട് മാത്രം അവിടെ വെച്ചിട്ട് ഇലകളൊക്കെ കട്ട് ചെയ്യുക. ഇപ്പോൾ കാണുന്ന പോലെ അതിൻ്റെ കൂമ്പിലകളെ ഭാഗത്ത് ഈ കൂമ്പിൻ്റെ ഭാഗത്ത് ഈ ഇലകൾ ഇതുപോലെയും കട്ട് ചെയ്യുക. ഒരു 3/4 ഭാഗത്തോളം കട്ട് ചെയ്ത് വെച്ച് കൊമ്പുമില്ലുള്ളത് ഇതുപോലെ ഇതിൻ്റെ തണ്ട് മാത്രം വെച്ചിട്ടും കട്ട് ചെയ്ത് ഇടുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഞാൻ കട്ട് ചെയ്ത ഇലകളൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഒരാഴ്ച കൊണ്ട് ഈ കട്ട് ചെയ്ത് ഇതുപോലെ ചെയ്തതിനൊക്കെ പുതിയ തളിരിലകൾ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്തപ്പോൾ തന്നെ ഞാനെടുത്ത വീഡിയോ ഇത്. ഇനിയിപ്പോൾ ഒരാഴ്ച തന്നെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് വരുമെന്ന് നോക്കാം. അതായത് ഇപ്പോൾ കാണുന്ന ഈ കൊമ്പ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ഇതൊരു പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്തതിനും ചെയ്യാത്തതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോസ് കാണുന്നില്ലേ, കട്ട് ചെയ്തതും കട്ട് ചെയ്യാത്തതും. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് വീഡിയോ ഞാൻ ഇതിൽ തന്നെ ഇടുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇതാ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണിത്. നിങ്ങൾ കാണുന്നില്ല, ഇതിൻ്റെ ചുവട്ടിൽ അന്ന് ഞാൻ കട്ട് ചെയ്ത ആ ഇലകളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ കണ്ട പുതിയ തളിരിലകൾ വന്നിട്ടുണ്ട്. കട്ട് ചെയ്യാത്ത കൊമ്പുമിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ ഉണ്ട്. കട്ട് ചെയ്തതിനൊക്കെ പുതിയ തളിരിലകൾ വന്ന് മാവ് വളരാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇതുപോലെ വളർച്ച മുരടിച്ച് നിൽക്കുന്ന മാവുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്ക്. പെട്ടെന്ന് തന്നെ പുതിയ ഇലകൾ വന്ന് മാവ് നന്നായി വളരുന്നത് കാണാം. അപ്പോൾ ഈ പരീക്ഷണം സക്സസ് ആണ്. നിങ്ങളിത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് ഷെയർ ചെയ്യുകയും വേണം. ഇതുപോലെ ഞാൻ ഓരോ ചെടിയും ഞാൻ ചെറിയ രീതിയിൽ കൃഷിയുണ്ട്, അതിൽ ഓരോന്നിനും എന്തൊക്കെ ചെയ്ത് എത്ര പെട്ടെന്ന് വളർത്തുന്നുള്ള കാര്യം ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ വീട്ടിലുള്ള മാവിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, റിസൾട്ട് കിട്ടുമെന്ന് 100% ഉറപ്പാണ്. കട്ട് ചെയ്തിട്ട് ഇലകൾ പോലും വാടിയിട്ടില്ല. അത്രയ്ക്ക് ഒരാഴ്ച കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്നത്. മാത്രമല്ല, ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടി ചാണകപ്പൊടിയും പിന്നെ ഫുഡിൻ്റെ വേസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. മഴക്കാലമായതിനെ കൊണ്ട് നനയ്ക്കുകയും വേണ്ട. അപ്പോൾ താങ്ക് യു.